പിള്ളേർ കാണാൻ പറ്റും. 3D പിള്ളേർക്ക് മെയിനായിട്ട് പിള്ളേർക്കുള്ള സിനിമയാണ്. കാണാം, ഫാമിലിയായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടു, നല്ല പടം. സൂപ്പറാണ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം സൂപ്പറായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ശരിക്കും നമുക്കും അത് കാണുമ്പോൾ ജസ്റ്റ് ആ 3D ഒക്കെ എഫക്റ്റ് വരുമ്പോൾ നമുക്കും ശരിക്കും ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടോ? ആരെയാണ് ഇഷ്ടപ്പെട്ടത്? എനിക്ക് അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? അടിപൊളി. വേറെ സിനിമ ഉണ്ടെങ്കിലും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ആക്ടിങ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും എല്ലാം വളരെ നന്നായിരുന്നു. മോന് വളരെ ഇഷ്ടപ്പെട്ടു ഫിലിം. ഇഷ്ടപ്പെട്ടായിരുന്നു? 3D ഒക്കെ എങ്ങനെയാണ്? എങ്ങനെയുണ്ട്? പടം വളരെ നന്നായിരുന്നു. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് ബേസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ലൊക്കേഷൻ ബേസ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ടുണ്ട്. നമ്മളൊരു മലയാളം മൂവിയായിട്ട് ഫീൽ ചെയ്തേ മോന് വേണ്ടി തന്നെ വന്നു. അവന് കാണണമെന്ന് പറഞ്ഞു. ഓൾറെഡി ഇതിന്റെ ട്രെയിലറൊക്കെ കാണുമ്പോഴേ തന്നെ അവന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മോന് വേണ്ടി കൊണ്ട് തന്നെ. ചേട്ടാ എങ്ങനെയാണ് 3D എക്സ്പീരിയൻസ്? എങ്ങനെയാണ്? 3D വളരെ നന്നായി, വളരെ നന്നായിട്ടുണ്ട്. മികച്ച രീതിയിൽ തന്നെ 3D ഒക്കെ നമ്മൾ മുമ്പ് കണ്ട ഏറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിനേക്കാളൊക്കെ നല്ല ബെറ്ററായിട്ട് തോന്നുന്നു. സെക്കൻഡ് ഹാഫ് നല്ലതായിരുന്നു. അതിനകത്തിലെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കുറച്ച് ഉള്ളത്. ഫസ്റ്റ് ഹാഫ് ഫുള്ളും ഒരു തുടക്കം ജസ്റ്റ് കാണിക്കുന്ന പോലെ കുഴപ്പമില്ല. 3D നല്ലതായിരുന്നു. 3D ആണ് എൻജോയ് ചെയ്തത്. എങ്ങനെയുണ്ട് പടം? എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ചേച്ചി എങ്ങനെയുണ്ട് പടം? ടെക്നിക്കൽ സൈഡ് പോകുന്നു. കുട്ടികൾക്കൊന്നും പടമില്ല. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. 3D ആയിട്ട് നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്യാനൊന്നുമില്ല. ആരെയാണ് ഇഷ്ടപ്പെട്ടത്? ചേട്ടാ എങ്ങനെയുണ്ട്? ചേച്ചി എങ്ങനെയുണ്ട്? ചേട്ടാ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എന്താണ് ഇഷ്ടം? 3D ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മോഹൻലാൽ എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. പുതിയൊരു എഫക്റ്റാണ്. നല്ല എന്താ പറയുക, പ്രതീക്ഷയെക്കാട്ടും നല്ല എഫക്റ്റ് വന്നത്. മോഹൻലാലിൻ്റെ ക്യാരക്ടർ യെസ്, ഒരു ഡിഫറെൻറ്റ് റോള് നല്ലായിരുന്നു. ഇല്ല, കുട്ടികൾക്ക് നല്ലൊരു മൂവിയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഭയങ്കര അടിപൊളിയാണെന്ന് ചോദിച്ചാൽ അത്ര ഒരു ആവറേജ് മൂവി. ഇങ്ങനെയൊക്കെ ഒരു മൂവി പ്രതീക്ഷ തന്നെ വന്നത്. ഒരു കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന ഒരു പടം എന്ന രീതിയിൽ നല്ല പടമായിരുന്നു. മുതിർന്നവർക്ക് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ള ഈ ഭൂതങ്ങളുടെ കഥയൊക്കെയാണ്. നമുക്ക് അങ്ങനെ VFX നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. 3D എങ്ങനെ ഉണ്ട് കേട്ടോ? അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെ? സൂപ്പർ സൂപ്പർ. എടുത്തു പറയുന്നത് ഇഷ്ടപ്പെട്ടതായ സിനിമയ്ക്ക് കണ്ടേ? റോസിന്റെ കൂടെ ഒരു പാവയുണ്ടല്ലോ, അതങ്ങനെ ഉണ്ട്. 3D ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ലാലേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? 3D ഒക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. എന്താണ് ഇഷ്ടപ്പെടുന്ന പടത്തിൽ? ഓക്കെ, സംവിധാനമൊക്കെ കണ്ടിരിക്കും. 3D ഒക്കെ 3D ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും കുട്ടികൾക്ക് എല്ലാ ഏജുകാർക്കും കാണാൻ പറ്റും. നല്ല സിനിമയാണ്. ഞാനൊരു മോഹൻലാൽ ഫാനാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ടെക്നിക്കലി ഇറ്റ്സ് ബ്രില്യന്റ്. പിന്നെ എന്താണ് പറയുന്നത്, എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ഇത്രയും ഡിഗ്രേഡ് വരുന്നത് എനിക്ക് അറിയില്ല. കിഡ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വന്ന് കണ്ടിട്ട് പോകാൻ പറ്റുന്ന സിനിമയാണ്. ടെക്നിക്കലി ഇറ്റ്സ് ബ്രില്യന്റ്. ഫസ്റ്റ് ടൈം അറ്റംപ്റ്റിൽ ഇന്ന് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു കാര്യമല്ലേ? വളരെ പോസിറ്റീവായിട്ട് നല്ല ഫിലിം ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, ഏത് കാര്യമാണെങ്കിലും നെഗറ്റീവ് മെസ്സേജ് വരിക. ആ മൂവി മനസ്സിൽ ഇഷ്ടപ്പെട്ടു. നെഗറ്റീവ് ഒക്കെ വരുന്നുണ്ട്, അത് ഞാൻ റിവ്യൂ കേട്ടു. പക്ഷെ എനിക്കത് ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇപ്പം ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ കുറേ പേര് അങ്ങനെ
പറയുന്നുണ്ട്. നെഗറ്റീവ് കേട്ടിട്ട് നമ്മൾ വന്നിരുന്ന ആ രീതിയിൽ ഒരു മൂവി കാണുവാണെങ്കിൽ നമുക്ക് എല്ലാം നെഗറ്റീവായിട്ട് തോന്നും. നമ്മൾ ബ്ലൈൻഡായിട്ട് അത് മൊത്തത്തിൽ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ പ്യുവറായിട്ടൊരു എന്താണ് സ്റ്റോറി എങ്ങനെയാണ് എന്ന് നമ്മളത് എൻജോയ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നല്ലതായിട്ട് എനിക്ക് തോന്നും. അങ്ങനെ തന്നെ പോയി കാണും. നമ്മൾ നെഗറ്റീവ് ഈ റിവ്യൂസ് ആദ്യമേ എടുത്ത് കാണാതെ നമ്മൾ സാധാരണ പണ്ടൊക്കെ എങ്ങനെയാണ് ആൾക്കാർ സിനിമ കണ്ടിരുന്നത്, എല്ലാ റിവ്യൂ കഴിഞ്ഞിട്ടാണോ സിനിമ കാണുന്നത്? അല്ലല്ലോ, നമ്മൾ ചെന്ന് കാണുന്നു, കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നു, അങ്ങനെ തന്നെ പോകുന്നു. അതുപോലെ നിങ്ങൾ കാണാം. എല്ലാം ഇപ്പം കുറേ കമൻറ്റ് കേട്ടിട്ട് നെഗറ്റീവ് കാര്യങ്ങൾ കേട്ടിട്ട് ചെന്നിരുന്ന ഒരു മൂവി കാണാൻ നമുക്കും അങ്ങനെ ഫീൽ ചെയ്യും. നമ്മളെപ്പോഴും ആ ഒരു കണ്ണോട് കൂടിയായിരിക്കും നമ്മൾ നോക്കുന്നത്. എന്തോ നെഗറ്റീവ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് നമ്മൾ നോക്കരുത്. നല്ല പ്യുവർ മൈൻഡോട് കൂടി പോയിരുന്ന് കാണുക. നല്ല മൂവിയാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവിയുടെ ആയിരിക്കും. താങ്ക് യു. 3D എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഇച്ചിരി കൊള്ളാമായിരുന്നു. കുഴപ്പമില്ല, കുട്ടികൾക്ക് കാണാം, പ്രശ്നമില്ല. നമ്മളൊക്കെ ത്രില്ലർ കണ്ടിട്ട് ചിലപ്പോൾ ഇച്ചിരി പോകും. കുഴപ്പമില്ല, 3D എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട്? കൊള്ളാം, നല്ലത്. കുഴപ്പമില്ല, ആ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല. എന്താണ് 3D ഒക്കെ എങ്ങനെ ഉണ്ട്? 3D എഫക്റ്റ് ആക്കണം, പക്ഷെ കഥ ബോറിംഗ് ആണ്. ഓക്കെ, കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റി പടം. അവൻ എൻജോയ് ചെയ്തു. ബ്രോ എങ്ങനെയുണ്ട് 3D? കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫിൽ 3D ഉണ്ട്, സെക്കൻഡ് ഹാഫിൽ കണ്ണാടിയുടെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, എങ്ങനെയാണ് ലാലേട്ടൻ്റെ സംവിധാനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഡയലോഗ് ഡെലിവറി ഒക്കെ കുറച്ച് ക്രിഞ്ചാണ്. ലാഗുണ്ട്, ക്ലൈമാക്സ് ഒക്കെ നല്ല ലാഗാണ്. കുഴപ്പമില്ല, നന്നായി. പടം നല്ല പടം. എങ്ങനെയുണ്ടായിരുന്നു ലാലേട്ടൻ്റെ സംവിധാനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സംവിധാനത്തിന് അഭിനയം ആണ് ഞാൻ നോക്കിയത്, സംവിധാനത്തിനേക്കാൾ കൂടുതലേ. ഓക്കെ, ഓവറോൾ എങ്ങനെയുണ്ട്? ഓവറോൾ എങ്ങനെയുണ്ട്? കൊള്ളാം.